ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു ഡബിൾ ഡെക്കർ ട്രെയിനാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഡബിൾ ഡെക്കർ ട്രെയിൻ. ഇതിൻ്റെ സർവീസ് ചെന്നൈയിൽ നിന്ന് ബാംഗ്ലൂർ വരെയും ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈയിലേക്കുമാണ്. ഇതിൻ്റെ ആദ്യത്തെ സർവീസ് 2013 അതുകൊണ്ട് തന്നെ കുറേ പേർക്കൊക്കെ ഈ ട്രെയിൻ വളരെ പരിചിതമാണ്. ഈ ട്രെയിൻ ഇപ്പോൾ പാലക്കാട്ടേക്ക് നീട്ടിയിരിക്കുകയാണ്. അതായത് കേരളത്തിനിപ്പോൾ ഒരു ഡബിൾ ഡെക്കർ ട്രെയിൻ ലഭിച്ചിരിക്കുകയാണ്. ഞാനിപ്പോൾ ഒരു AC കമ്പാർട്ട്മെൻറ്റാണ് ബുക്ക് ചെയ്തത്, ചെയർക്കാർ. അപ്പോൾ നമ്മളതിൽ എൻ്റർ ചെയ്യുമ്പോൾ ഒരു സ്ലൈഡിങ് ഡോർ, ഗ്ലാസിൻ്റെ ഒരു സ്ലൈഡിങ് ഡോർ ഉണ്ടായിരിക്കും. അത് നമ്മൾ സ്ലൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 സ്റ്റെയർ കേസസ് കാണാൻ സാധിക്കും. ഞാനിപ്പോൾ താഴേക്കുള്ള സ്റ്റെയർ കേസിലേക്കൂടെ നടന്നിറങ്ങുകയാണ്. അപ്പോൾ നമ്മൾ നടന്നിറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിൻ്റെ ലോവർ ബർത്തിലാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് സാധാരണ പോലെ തന്നെയുള്ള ട്രെയിനിലെ പോലെ തന്നെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റാണ് നമുക്ക് കാണുന്നത്. പിന്നെ നമ്മളത് അവിടെ നിന്ന് കയറി മിഡിൽ പോർഷനിലെത്തും. അവിടെ നിന്ന് പിന്നെയും നമ്മൾ മുകളിലോട്ട് കയറുമ്പോഴാണ് ഇതിൻ്റെ അപ്പർ ബർത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത്. ഇതിൻ്റെ അപ്പർ ബർത്തിലും ലോവർ ബർത്തിൻ്റെ പോലെയുള്ള സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് തന്നെയാണ്. പക്ഷേ ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അതായത് പ്ലാറ്റ്ഫോമിൽ നിന്ന് നമ്മുടെ സീറ്റിലേക്കുള്ള ഹൈറ്റ് കമ്പാരിറ്റീവ്ലി കൂടുതലായിരിക്കും. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും 2 പോർഷൻസ് ഉണ്ടല്ലോ, ഇതിന് ടോപ്പും ബോട്ടവും ഉണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ആൾക്കാരെ നമുക്കൊരു കമ്പാർട്ട്മെൻറ്റിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ വളരെ ഒരു പ്രോഫിറ്റബിൾ ആവാനാണ് ചാൻസ്. കേരളത്തിൽ ഈ വണ്ടി ഓടി തുടങ്ങുമ്പോൾ ഒരു നല്ലൊരു പ്രോഫിറ്റിലോട്ട് പോകാനാണ് ചാൻസ്. ഞാൻ ഇനിയൊന്ന് നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് ഒന്ന് പോയി നോക്കുകയാണ്. നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റിലേക്ക് കിടക്കാൻ ഒരു സ്ലൈഡിങ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് കമ്പാർട്ട്മെൻറ്റ് സാധാ ട്രെയിനിൽ കാണുന്ന പോലെ തന്നെ കമ്പാർട്ട്മെൻറ്റിലെ ടോയ്ലറ്റ് എല്ലാതും സെയിം തന്നെയാണ്. വാഷ് ബേസിൻ എല്ലാം സെയിം തന്നെയാണ്. അതുപോലെ വേറെ വ്യത്യാസമൊന്നും നമുക്ക് അനുഭവപ്പെടില്ല രണ്ടാമത്തെ കമ്പാർട്ട്മെൻറ്റിലേക്ക് കിടക്കുമ്പോൾ. പിന്നെ ഇതിലിപ്പോൾ ലോവർ പോർഷനിൽ നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആ പ്ലാറ്റ്ഫോം വളരെ ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതായത് പ്ലാറ്റ്ഫോമും നമ്മൾ ഇരിക്കുന്ന സീറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും, അത്രയും ക്ലോസ് ആയിട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതൊരു വേറൊരു എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ് നമ്മുടെ ലോവർ പോർഷനിൽ ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ. ഇപ്പോൾ ഈ ട്രെയിൻ പാലക്കാട് വരെയാണ് എക്സ്റ്റെൻഡ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഭാവിയിൽ ഇത് തിരുവനന്തപുരത്തേക്കും അതുപോലെ കാസർഗോഡേക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ടിക്കറ്റ് കിട്ടാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ചെന്നൈ ബാംഗ്ലൂർ ആണെങ്കിലും നമുക്ക് വളരെ എളുപ്പത്തിൽ ഇത്രയും സീറ്റ് കൂടുതലുള്ളതുകൊണ്ട് ടിക്കറ്റ് വളരെ എളുപ്പത്തിൽ കിട്ടും. ഈ വണ്ടിയുടെ സൈഡിൽ നിന്നുള്ള വ്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും 2 വിൻഡോസ്, അതായത് ടോപ്പ് പോർഷനിൽ ഒരു റോ ഓഫ് വിൻഡോസ് ഉണ്ട്, അതുപോലെ തന്നെ ബോട്ടം പോർഷനിൽ ഒരു റോ ഓഫ് വിൻഡോസ് ഉണ്ട്. ഈ കമ്പാർട്ട്മെൻറ്റിലെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അത്ര കംഫർട്ടബിൾ അല്ല, ലെഗ് സ്പേസ് കുറവാണ്. എന്നാലും ഓക്കെ, കുഴപ്പമില്ല. ഈ വണ്ടിയുടെ സ്പീഡൊന്ന് ഞാൻ മെഷർ ചെയ്ത് നോക്കി. അത് മാക്സിമം സ്പീഡ് വന്നിരിക്കുന്നത് ഏകദേശം 107, 108, മാക്സിമം 110 km/h വരെയാണ് ഈ വണ്ടി ഓടിക്കൊണ്ടിരുന്നത്. വലിയ കുഴപ്പമില്ലാത്തൊരു സ്പീഡ് തന്നെയാണ് വണ്ടിക്ക്. ഏകദേശം 6 മണിക്കൂർ എടുത്തു ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ചെന്നൈ വരെ എത്താൻ. എന്തായാലും ഈ ട്രെയിൻ ഇപ്പോൾ കേരളത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. സാധാരണ ഒരു ട്രെയിനിൽ പോകുന്നേക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഈ ഡബിൾ ഡെക്കറിൽ. അപ്പോൾ എല്ലാവരും ഈ വണ്ടിയിലൊന്ന് കയറാൻ ശ്രമിക്കുക. താങ്ക് യു ഓൾ.